ഹലോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ പോലീസ് മൂർത്തി മുത്തശ്ശനെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് പറയുന്നുണ്ട്, സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. സർ, അത് എന്താ ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? അതെ സാർ, കൺഫേം ആയിട്ടില്ല. പക്ഷേ അറിഞ്ഞ കാര്യങ്ങൾ സാറിനോടൊന്ന് പറയണമെന്ന് തോന്നി. ശരി, എങ്കിൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ശരി സാർ എന്നും പറഞ്ഞ് പോലീസ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എസ്ഐന്റെ അടുത്തുള്ള മറ്റൊരു സാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, സർ, മൂർത്തി സാറിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് മനുഷ്യരുടെ കാര്യമല്ലേ, ഏത് വഴിയിലൂടെയാ ചതി വരാന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാ. അത് മാത്രമല്ല, അറിഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് വലിയ തലവേദനയാകും. ഇനി കാണിക്കുന്നത് അനന്തപുരിയിലാണ്. അപ്പൊ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ല? വസുന്ധരെ, എസ്ഐ വിളിച്ചിരുന്നു. അയാൾക്ക് എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണം. അതിന് ഇദ്ദേഹം എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നോ? അത് പറ്റില്ലോടെ വസുന്ധരെ, ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും എസ്ഐക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട്. തൽക്കാലം ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പുറത്തു പോയതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി, ഇദ്ദേഹം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കണേ. എടോ വസുന്ധരെ, നീ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്തു വെക്കല്ലേ. ഞാനിതേ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് മൂത്തുമുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവ്യാനിയും ജലജ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അച്ഛനിത് എവിടെ പോകുന്നു? എല്ലാരും എല്ലാ കാര്യവും അറിയിക്കണമെന്നില്ലല്ലോ, നീ നിന്റെ പണി നോക്ക് ജലജ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അതിനും ജലജ ഒന്നും ചോദിച്ചില്ലല്ലോ, അച്ഛനെങ്ങോട്ടാ പോകുന്നതെന്നല്ലേ ചോദിച്ചത്. അറിഞ്ഞിട്ടിപ്പം നിനക്ക് എന്തിനാ? എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശരിയാക്കി ഞാൻ പെട്ടെന്ന് വരാം. ഇതും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ദേ ആ പോക്കിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്തിനാ ജലജ ആവശ്യമില്ലാത്ത ഓരോ സംശയങ്ങൾ ഉന്നയിക്കുന്നത്? ഇത് തന്നെ അച്ഛൻ നിന്നോട് നേരത്തെ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ജലജയെ പുച്ഛമായിരിക്കും, പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. ഞാനത് കാണുന്നു. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, നിനക്കെപ്പോഴും പൊട്ടിത്തെറി തന്നെയാണല്ലോ ഇഷ്ടം, ആളുകളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുക. അപ്പൊ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, നിന്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലമ്മേ, കുറച്ചുകൂടി പണിയുണ്ട്. നീ അച്ഛന് മരുന്നെടുത്ത് കൊടുത്തിരുന്നോ? ഇല്ല, ഞാൻ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അച്ഛൻ പുറത്തോട്ട് പോയില്ലേ? അയ്യോ, മരുന്ന് കഴിക്കാതാണല്ലോ പോയത്. ഇതൊക്കെ നിന്റെ അശ്രദ്ധ കുറവാടി. സമയത്തിന് നിനക്കെന്താ മരുന്ന് കൊടുത്താല്? അമ്മേ, എനിക്കിന്ന് കുറച്ച് അധികം പണിയുണ്ടായിരുന്നു. സാധാരണ മരുന്ന് കഴിക്കുന്ന സമയം ആകുന്നേ ഉള്ളൂ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഇത് വേറൊന്നുമല്ല, അച്ഛൻ നേരത്തെ പോവുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് അവക്കുണ്ടായിരിക്കും. അനാവശ്യം പറയരുത്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, എന്താടി ജലജ അനാവശ്യം പറഞ്ഞത്? നീ ചെയ്തു തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ ഇതും കേട്ട് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ കാര്യം? രാവിലെ തന്നെ നിങ്ങൾ വഴക്ക് തുടങ്ങിയോ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ആദർശേ, നിന്റെ ഭാര്യ ചെയ്ത പണി നീ കണ്ടോ? അപ്പച്ചി പറയണ്ട, എരിവും പുളിയും കൂട്ടിക്കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താ നയനെ കാര്യം പറ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അതെന്താടാ, അപ്പൊ ഞാനും എരിവും പുളിയും കൂട്ടി പറയുന്നവളാണോ? എന്റെ അമ്മേ, അങ്ങനെയല്ല, അവളോട് എന്നെ ഞാൻ കാര്യം തിരക്കാന്ന് കരുതി. അല്ലേനും നിനക്കിപ്പോ അമ്മയുണ്ടെന്നുള്ള കരുതൽ പോലുമില്ല. ഏത് സമയം ഭാര്യ. എനിക്ക് നീ തന്നൊരു വാക്കുണ്ട്, അതിപ്പോ തെറ്റിക്കുന്നോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മേ, ഇതുവരെ നിങ്ങൾ ആരും കാര്യം പറഞ്ഞില്ല. എന്നാ കേട്ടോ, നിന്റെ ഭാര്യ അച്ഛന് സമയമായിട്ട് മരുന്ന് കൊടുത്തിട്ടില്ല. അല്ല, അതിന് ഉച്ചയ്ക്ക് കൊടുക്കുന്ന സമയമായിട്ടല്ലേ ഉള്ളൂ. അതേടാ, അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് പോയിക്ക. അല്ല, മുത്തശ്ശൻ ഈ സമയത്ത് എങ്ങോട്ടാ പോയത്? നയനെ, നിന്നോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ആദർശേട്ടാ. അതെന്തായാലും കുഴപ്പമില്ല. ഈ ഉച്ചക്കത്തെ സമയം വിറ്റാമിന്റെ ഗുളികയല്ലേ, അതിനിപ്പോ വന്നിട്ട് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ദേവ്യാനി ഓർക്കുന്നുണ്ട്, അതെങ്ങനെയാ ശരിയാവുക? സമയത്തിന് കുടിക്കേണ്ട ഗുളിക സമയത്തിന് തന്നെ കുടിക്കണം. അമ്മേ, പോയ ആളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ. മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും, അപ്പൊ കൊടുത്താൽ മതി. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നയനെ, നീ എനിക്കൊരു ചായ എടുക്ക്. ഇതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇനി കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശനെയാണ്. മൂർത്തി മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയാണ്. അപ്പൊ തന്നെ അവിടുത്തെ എസ്ഐ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എസ്ഐ അടുത്ത പോലീസിനോട് പറയുന്നുണ്ട്, മൂർത്തി സാറാണ് വരുന്നത്, അദ്ദേഹത്തെ പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. ശരി സാർ. സർ, എസ്ഐന്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞു. മൂർത്തി മുത്തശ്ശനാണെങ്കിൽ എസ്ഐന്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ എസ്ഐ പറയുന്നുണ്ട്, വരണം സാർ, ഇരിക്കൂ. എസ്ഐ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് തിരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ അധികം പുറത്തോട്ടൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവിടെ ഉള്ളവരോടൊക്കെ കാരണം ധരിപ്പിക്കണം. സാറിന്റെ ആരോഗ്യനില എങ്ങനെയാണല്ലോ, അപ്പൊ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ ഇറങ്ങിയാലല്ലേ പറ്റൂ. സാറോട് ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പറഞ്ഞേ പറ്റൂ. എന്റെ ശരീരത്തിനാണ് അസുഖം, എന്റെ മനസ്സിന് അസുഖമില്ല. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും. സർ, ഞാൻ ആ അനാമികയെ കുറിച്ചാണ് പറയുന്നത്. സാറിന്റെ ചെറിയ കൊച്ചുമകന് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച്. അനാമിക മോളെ കുറിച്ചോ? അതെ സർ, ഞെട്ടിക്കുന്ന ചില എവിഡൻസാ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ, സത്യം പറഞ്ഞ അവരുടേത് ഒരു കടം പേറി നിൽക്കുന്ന കുടുംബമാണ്. അത് കേട്ടപ്പോൾ തന്നെ സാറിന് എന്തോ തെറ്റുപറ്റിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് കൂടുതൽ അന്വേഷിച്ചു. അന്വേഷണത്തിന് സാറോട് അനുവാദം ചോദിച്ചില്ല. അതുകൊണ്ട് ക്ഷമിക്കണം സാർ. ബാക്കി കാര്യങ്ങൾ പറയൂ.
സർ, അവരെ പറ്റി ഈ കടക്കാരോടാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചത്. അപ്പോ ചില മോശം അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഇനിയുള്ള എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. നല്ല അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ്. മൂർത്തി മുത്തശ്ശനോട് പോലീസ് അറിഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മൂർത്തി മുത്തശ്ശൻ രണ്ടും കൽപ്പിച്ച് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. ആ സമയത്ത് അവിടെ അനാമികയുണ്ട്. ഈ അനാമികയാണെങ്കിൽ നയനയെ കുറിച്ച് ജാനകിയോടും ജലജയോടും ദേവ്യാനോടൊക്കെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇത് കേട്ടിട്ടാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെ എൻട്രി. മൂർത്തി മുത്തശ്ശൻ വന്നിട്ട് അനാമികയുടെ കവളത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ അടിപൊളി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.